ഫുക്രിയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ലോകകപ്പ് എന്ന് പറയുന്നത് ഗോൾ കീപ്പർമാരുടെ ഒരു ലോകകപ്പാണ്. അങ്ങനെ പറയാതെ വയ്യ. അതിഗംഭീര സൂപ്പർ ഗോൾ കീപ്പർമാരാണ് നമ്മൾ പലരെയും കണ്ടത്. അതിൽ ചില ഗോൾ കീപ്പർമാരെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. പരാഗ്വേയുടെ ഒർലാൻഡോ ഗിൽ, കുറസാവോയുടെ എലോയ് റൂം, ഗ്രിഗർ കോബൽ, സ്വിറ്റ്സർലൻഡിൻ്റെ ഗ്രിഗർ കോബൽ, ഈജിപ്തിൻ്റെ മുസ്തഫ ഷൊബേർ, കേപ്പ് വെർദയുടെ വൊസീന്യ, പിന്നെ കോങ്കോയുടെ എംപാസി ഉണ്ട്. അത് കഴിഞ്ഞാൽ ജപ്പാൻ്റെ സുസുക്കി ഉണ്ട്. അങ്ങനെ ഗോൾ കീപ്പർമാർ നിരവധി ഗോൾ കീപ്പർമാർ ഈ ടൂർണമെൻറ്റിൽ അതിഗംഭീരമായിട്ടാണ് ഗോൾ കീപ്പിംഗ് നിർവഹിച്ചിട്ടുള്ളത്. കാരണം അത്രമേൽ അസാധാരണമായിട്ടാണ് ഈ ഗോൾ കീപ്പർമാരെല്ലാം തിളങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒർലാൻഡോ ഗില്ലിൻ്റെ കാര്യം പറഞ്ഞാൽ 28 സേവുകളാണ് ഒർലാൻഡോ ഗില്ല് നടത്തിയിട്ടുള്ളത് ഈ ലോകകപ്പിൽ. ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ നിരയിൽ ഒർലാൻഡോ ഗില്ലുണ്ട്. ജർമ്മനിയെ അട്ടിമറിച്ചു പരാഗ്വേ പ്രീ ക്വാർട്ടറിൽ, അതും കൂടി ഓർക്കണം. അതിനെല്ലാം മുന്നിൽ നിന്നത് ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അദ്ദേഹം ഗംഭീരമായ 2 കിക്കുകളാണ് തടുത്തത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഒർലാൻഡോ ഗിൽ. അതുപോലെ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനെതിരെ തോറ്റു. പക്ഷേ അവരുടെ 5 ഷോട്ടുകൾ അയാൾ തടുത്തിട്ടിരുന്നു, അയാൾ തട്ടി തെറിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇനി എലോയ് റൂം, കുറസാവോയുടെ 7 ഗോൾ അയാൾ ജർമ്മനിക്കെതിരെ വാങ്ങി. പക്ഷേ അതിൽ മറ്റൊരു റെക്കോർഡുണ്ട്. എന്താ വെച്ചാൽ ലോകകപ്പ് ചരിത്രത്തിൽ 90 മിനിറ്റ് സമയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ തടഞ്ഞെന്ന റെക്കോർഡ്. അതായത് 90 മിനിറ്റ് സമയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ തടഞ്ഞത് എലോയ് റൂമാണ്. എലോയ് റൂം അതിഗംഭീരമായിട്ടാണ് ഇക്കഡോറിനെതിരെയാണ് അത് 15 ഷോട്ടുകളാണ് ഈ 37കാരൻ തടഞ്ഞത്. 15 ഷോട്ടുകൾ. അപ്പോൾ അങ്ങനെയാണ് 3 മത്സരങ്ങളിൽ നിന്ന് 21 സേവുകളാണ് എലോയ് റൂമിൻ്റെ പേരിലുള്ളത്. അപ്പോൾ എലോയ് റൂം ഒരു സൂപ്പർ ഗോൾ കീപ്പർ തന്നെയാണ്. ഇനി നമ്മളെ ഗ്രിഗർ കോബൽ, സ്വിറ്റ്സർലൻഡിൻ്റെ, അദ്ദേഹം പ്രത്യേകിച്ചും കൊളംബിയക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ അത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് സ്വിറ്റ്സർലൻഡ് ജയിച്ചത്. അതിഗംഭീരമായിരുന്നു. ഒരു ഷൂട്ട് ഔട്ടിൽ കൊളംബിയയുടെ കുച്ചോ ഹെർണാണ്ടസിൻ്റെ പന്ത് കിക്ക് തടഞ്ഞത് അതിഗംഭീരമായിരുന്നു യഥാർത്ഥത്തിൽ. അതുപോലെ ആ കളിയുടെ ആദ്യഘട്ടത്തിൽ ഗുസ്താവോ പുയർട്ടയുടെ ഗോളാണെന്ന് ഉറച്ച ഒരു ഷോട്ട് അദ്ദേഹം തടഞ്ഞു നിർത്തി. ലോകകപ്പിൽ മൊത്തം ഇതുവരെ, ഇനി അവർ ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീനയെ ഏറ്റുമുട്ടും, ഇതുവരെ 16 സേവുകളാണ് കോബൽ നടത്തിയിട്ടുള്ളത്, ഗ്രിഗർ കോബൽ. അതുപോലെ ഈജിപ്തിൻ്റെ മുസ്തഫ ഷൊബേർ എന്താണ് എന്നുള്ളത് അർജൻറ്റീനക്കാരോട് ചോദിച്ചാൽ മതി. എത്ര ഷോട്ടുകളാണ് തടുത്തത്! മെസ്സിയുടെ, അൽവാരസിൻ്റെ, എൻസോ ഫെർണാണ്ടസിൻ്റെ അത്യുഗ്രൻ ഒരു ഹെഡർ, ഇതെല്ലാം ഗംഭീരമായിട്ടാണ് ഷൊബേർ തടുത്തത്. അത്ര ഗംഭീരമായിട്ടാണ് 4 ഷോട്ടുകളാണ്, അങ്ങനെ ഉറച്ച ഗോളുകളായിട്ടുള്ള 4 ഷോട്ടുകളാണ് ഷൊബേർ തടുത്ത്. ഇതിനൊക്കെ പുറമെയാണ് ലയണൽ മെസ്സിയുടെ പെനാൽറ്റി തടുത്തു ഷൊബേർ. അതുകൂടി നമ്മൾ ഓർക്കണം. മെസ്സിയുടെ പെനാൽറ്റി തടുത്തു. 5 മത്സരങ്ങളിൽ ആകെ 14 സേവുകൾ. ഗംഭീരം. ഈ ലോകകപ്പിൽ 2ാമത്തെ പെനാൽറ്റിയാണ് പുള്ളി മെസ്സിയുടെ തടുത്തത്. അതിനു മുമ്പ് ഇറാനെതിരെ ഒരു പെനാൽറ്റി ഷൊബേർ തടുത്തിരുന്നു. ഇനി നമുക്ക് കേപ്പ് വെർദയുടെ വൊസീന്യയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. വൊസീന്യ അസാധാരണമായിട്ട് ആദ്യത്തെ കളിയിൽ സ്പെയിനെതിരെ സമനില പിടിച്ചു കേപ്പ് വെർദെ. ആ കളിയിൽ എത്ര ഗംഭീരമായിട്ടാണ് വൊസീന്യ തടുത്തിട്ടത്. 4 മത്സരങ്ങളിൽ ആകെ 18 സേവുകളാണ് വൊസീന്യയാണ് അവർ പ്രീ ക്വാർട്ടറിൽ എത്താൻ കാരണം. അർജൻറ്റീനയുടെ മെസ്സിയൊക്കെ നമിച്ചിട്ടുണ്ട് വൊസീന്യ. കാരണം അമ്മാതിരി സേവുകളാണ് നടത്തിയത്. മൊത്തം 18 സേവുകൾ ലോകകപ്പിൽ നടത്തി വൊസീന്യയും തിരിച്ചു പോയിരിക്കുന്നു. എന്തായാലും ഇതൊരു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപാസി ഉണ്ട് കോങ്കോയുടെ, അതുപോലെ സുസുക്കി ഉണ്ട് ജപ്പാൻ്റെ. അപ്പോൾ അങ്ങനെ കുറേയധികം ഗോൾ കീപ്പർമാരുണ്ട്. അതിഗംഭീരമായിട്ട് ഗോൾ കീപ്പിംഗ് നടത്തുന്ന ഗോൾ കീപ്പർമാരുണ്ട്. എന്തായാലും ഇത് ഗോൾ കീപ്പർമാരുടെ ലോകകപ്പാണ് എന്ന് നമ്മൾ പ്രത്യേകം പറയുക തന്നെ വേണം.